പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ മകന് താൽക്കാലിക ജോലിക്ക് ശുപാർശ ചെയ്യുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. കുങ്കി ആനയെ പ്രദേശത്തെത്തിച്ച് നിരീക്ഷണം നടത്തുമെന്നും മന്ത്രി പറയുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, പുതിയ പരീക്ഷണം നടത്തുമെന്നൊക്കെയാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ ഒരു 3:30 ഈ പുതുപ്പരിയാരം ഞാറക്കോട് ഭാഗത്ത് പുലർച്ചെ ഒന്ന് മൂത്രമൊഴിക്കാനായി സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരു 61 വയസ്സുകാരനായ കുമാരൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഏതായാലും ഈ കുമാരൻ ഇത്തരത്തിൽ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടെ തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ രോഷാകുലരാവുകയും 5 മണിക്കൂറോളം മൃതദേഹം വീട്ടുമുറ്റത്ത് നിന്ന് വെച്ച് തന്നെ അവർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികളോ മറ്റൊന്നും ചെയ്യാൻ അനുവദിക്കില്ല, കളക്ടർ ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് എത്തണമെന്നൊക്കെയുള്ള ആവശ്യം ഈ നാട്ടുകാർ ഉന്നയിക്കുകയായിരുന്നു. ഏതായാലും അതിനൊടുവിൽ ഈ കളക്ടർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായിട്ടും മറ്റും ബന്ധുക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കുമാരൻ്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യങ്ങൾ ജില്ലാ ഭരണകൂടം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുമാരൻ്റെ മകന് താൽക്കാലിക ജോലി ശുപാർശ ചെയ്യും എന്നുള്ളതാണ്. മറ്റൊന്ന്, റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കൂടാതെ തന്നെ ഈ അലൻ ജോസഫിനെ ആക്രമിച്ച ആന തന്നെയാണോ കുമാരനെ ആക്രമിച്ചത് എന്നുള്ള കാര്യം പരിശോധിക്കും. അതായത് ഈ മുണ്ടൂരിന് തന്നെ തൊട്ടടുത്ത് ഏപ്രിൽ 6-ാം തീയതി അലൻ ജോസഫ് എന്ന യുവാവ് അമ്മയുടെ കൂടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ്. അതേ ആന തന്നെയാണോ ഈ കുമാരനെയും ആക്രമിച്ചത് എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ് മറ്റൊരു തീരുമാനമായിട്ട് പറയുന്നത്. കൂടാതെ തന്നെ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുമെന്നും ഇതിനായിട്ട് ഈ കുങ്കി ആനയെ ഉൾപ്പെടെ പ്രദേശത്തേക്ക് എത്തിച്ച് നിരീക്ഷണം നടത്തുമെന്നുള്ളതൊക്കെയാണ് ജില്ലാ ഭരണകൂടം ബന്ധുക്കൾക്കും ഈ നാട്ടുകാർക്കും ഉറപ്പ് നൽകിയിട്ടുള്ളത്. കൂടാതെ പ്രദേശത്തെ അടിക്കാട് വെട്ടാനും തെരുവിളക്ക് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇവർ തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു തീരുമാനമുണ്ടായതോടുകൂടെ തന്നെ ബന്ധുക്കൾ ഈ പോസ്റ്റ്മോർട്ടം മറ്റു നടപടികൾക്കായി ഇൻക്വസ്റ്റിനും മറ്റുമൊക്കെ അനുവദിച്ചു എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ജില്ലയിലെ കാട്ടാന ശല്യം വലിയ രീതിയിൽ തുടരുന്നു. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്നത് തുടരുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാസത്തിനിടെ 3 മരണമാണ് ജില്ലയിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ പുതുപ്പരിയാരത്തി ഞാറക്കോട് സ്വദേശിയായ കുമാരന് മുമ്പ് മരിച്ചത് എടത്തനാട്ടുകാർ സ്വദേശിയായ ഉമ്മറാണ്. അതുപോലെ തന്നെ അട്ടപ്പാടി സ്വദേശിയായ മല്ലൻ എന്നിവരും മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തെ കൂടി കണക്കെടുക്കുമ്പോൾ, അതായത് ഒരു മാസത്തിനിടെ 3 മരണമാണ്. അതിൽ തന്നെ ഏപ്രിൽ മാസത്തെ കൂടെ കണക്കെടുക്കുമ്പോൾ 4 മരണമായി. അതായത് 3 മാസത്തിനിടയ്ക്ക് 4 മരണം ഈ കാട്ടാന ആക്രമണത്തിൽ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിലെ ഈ ജനവാസ മേഖലകളിലൊക്കെ ഇങ്ങനെ കാട്ടാനകൾ തുടർച്ചയായിട്ട് എത്തുന്ന ഒരു സ്ഥിതി, പ്രത്യേകിച്ച് വാളയാർ മുതൽ ഈ കല്ലടിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ തുടർച്ചയായിട്ട് ജനവാസ മേഖലകളിലേക്ക് ആന ഇറങ്ങുന്ന സ്ഥിതി. ഒപ്പം നെല്ലിയാമ്പതിയിലാണെങ്കിലും അതല്ലെങ്കിൽ കൊല്ലങ്കോട് ഭാഗത്താണെങ്കിലും പറമ്പിക്കുളം മേഖലയിലാണെങ്കിലും അട്ടപ്പാടി മേഖലയിലാണെങ്കിലും ഒക്കെ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കാട്ടാനകൾ തുടർച്ചയായിട്ട് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടികളോ മറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഈ അലൻ എന്ന 24 വയസ്സുകാരൻ മരിച്ച ആ സമയത്ത് ഇത്തരത്തിൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും അന്ന് സമരവും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനൊക്കെ ശേഷം വീണ്ടും സമാന രീതിയിൽ തന്നെ ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ടവിടെയും എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത്, ഈ അലൻ്റെ മരണമാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ്, കുമാരൻ്റെ മരണമാണെങ്കിൽ വീട്ടുമുറ്റത്ത് വെച്ചാണ്. ഇതൊന്നും വനത്തിൽ വെച്ചല്ല ആനകൾ ഈ മനുഷ്യനെ ഉപദ്രവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ മരണം സംഭവിച്ചിരിക്കുന്നത് അവനവൻ്റെ വീടിന് ഉള്ളിൽ വെച്ച്, സ്വന്തം ഭൂമിയിൽ വെച്ച് ആനകൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് എത്തി ആക്രമിക്കുന്ന സ്ഥിതി, ആക്രമിച്ച് മനുഷ്യനെ കൊലപ്പെടുത്തുന്ന സ്ഥിതി. ഏതായാലും അതിൽ ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ എപ്പോഴും ഈ ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഏതായാലും ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ തീരുമാനങ്ങൾ ഇത്ര എടുത്തിരിക്കുന്നത്, ഒന്ന് ഈ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ ഈ കുങ്കിയാനെ ഉപയോഗിച്ച് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്നതും അടിക്കാട് വെട്ടുന്നതും ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കും എന്നുള്ള തീരുമാനമാണ്. ഒപ്പം ഈ കുമാരൻ്റെ മകനെ താൽക്കാലിക ജോലി നൽകുന്ന കാര്യം ശുപാർശ ചെയ്യും എന്നൊക്കെയാണ് പുതിയ തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടാലും പിന്നീടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നതാണ് മുൻ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നു. അധികൃതർ അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവാത്തതാണ് വീണ്ടും ഒരു ജീവൻ കൂടെ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
പാലക്കാട് ഒരു മാസത്തിനിടെ 3 ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് വെച്ച് കുമാരൻ എന്ന വ്യക്തി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇനിയും മിണ്ടാതിരിക്കാൻ അവർ തയ്യാറല്ല. എന്തായാലും കുമാരന്റെ മകനെ ജോലിക്ക് ശുപാർശ ചെയ്യാമെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്.